നമസ്കാരം, ഗാലറി ഓഫ് നാച്ചുറലിലേക്ക് സ്വാഗതം. ഞാൻ സുമേഷ് കോട്ടൂർ. ഇന്ന് പൊന്മുടി യാത്രയിലാണ് ഞങ്ങൾ 4 പേര്. ഞാനും സുഹൃത്തുക്കളുമാണ്. അരകേണെന്ന വഴിയെ നമുക്ക് കാണാം. തിരുവനന്തപുരം ജില്ലയിലെ ഏക ഹിൽ സ്റ്റേഷനാണ് പൊന്മുടി. പൊന്മുടിയുടെ ഒരു ഫുൾ വീഡിയോ ഞാൻ നേരത്തെ ഈ ചാനൽ ചെയ്തിട്ടുണ്ട്. ഇന്ന് ചെറിയ ചെറിയ വീഡിയോകളായിട്ടാണ് എത്തിക്കുന്നത്. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് കല്ലാർ ജംഗ്ഷനിലാണ്. കല്ലാറിന് സമീപമാണ് ഒരു മീൻമുട്ടി വെള്ളച്ചാട്ടം ഉള്ളത്. ഏകദേശം ഒരു 1.5 കിലോമീറ്റർ ഇവിടെ നിന്ന് വനത്തിനുള്ളിലൂടെ നടന്നു പോയി വേണം മീൻമുട്ടി വെള്ളച്ചാട്ടത്തിലെത്താൻ. അതിന്റെ കാഴ്ചകളും മുമ്പ് ഈ ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. കല്ലാർ ജംഗ്ഷനിൽ ആ പാലത്തിന്റെ ഭാഗത്ത് നിന്നും ഈ വീഡിയോ ആരംഭിക്കുന്നു. ഞങ്ങളിപ്പോൾ ഗോൾഡൻ വാലി ഫോറസ്റ്റ് സ്റ്റേഷൻ എന്ന സ്ഥലത്താണ് എത്തി നിൽക്കുന്നത്. കല്ലാറിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ ദൂരമാണ് ഇവിടേക്കുള്ളത്. അപ്പോൾ ഇവിടെയാണ് ആദ്യത്തെ ഫോറസ്റ്റ് സ്റ്റേഷനും. ഇവിടെ ടിക്കറ്റ് പോയിന്റ് ആണ്. തൊട്ടടുത്ത് തന്നെ വനശ്രീ എക്കോ ഷോപ്പുണ്ട്. അപ്പോൾ വനശ്രീയുടെ എക്കോ ഷോപ്പ് നമ്മൾ വേറെ 3 ചെയ്തിട്ടുണ്ടായിരുന്നു: പേപ്പാറ, നെയ്യാടാം, കോട്ടൂർ. അവിടെ കിട്ടുന്ന സാധനങ്ങൾ തന്നെയാണ് ഇവിടെയും കിട്ടുന്നത്. അതുകൊണ്ടാണ് പ്രത്യേകിച്ച് കൂടുതലൊന്നും അതിനെക്കുറിച്ച് പറയുന്നില്ല. പക്ഷേ പ്യുവറായിട്ടുള്ള സാധനങ്ങൾ, കെമിക്കൽ ഇല്ലാത്ത സാധനങ്ങളായിരിക്കും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുക. അപ്പോൾ പൊന്മുടി കാണാൻ വരുന്നവർ ഇതുകൂടി ഇവിടെ നിന്ന് കിട്ടുന്ന സാധനങ്ങൾ കൂടി വാങ്ങിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ വിലയും ഓരോരുത്തരും ടിക്കറ്റ് ചാർജ് എത്രയാണ് എന്നുള്ളത് നമുക്ക് ഇവിടെ നിന്ന് അവരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് പൊന്മുടിയിലോട്ടുള്ള എൻട്രൻസിന് ഓരോരുത്തർക്ക് എത്രയാണ് ഫീസ് എന്നുള്ളത് ചോദിക്കാം. ഇവിടെ അഡൽട്സിന് എത്രയാണ് റേറ്റ്? അഡൽട്സിന് 40 രൂപ ഒരാൾക്ക്. കുട്ടികൾക്ക് 5-നും 12-നും ഇടയ്ക്കുള്ള കുട്ടികൾക്ക് 20 രൂപ. 20 രൂപ. വാഹനത്തിന് കാറിനാണെങ്കിൽ 40, ബൈക്കിനാണെങ്കിൽ 20, ഓട്ടോയ്ക്കാണെങ്കിൽ 30, ബസ്സിനാണെങ്കിൽ 100, മിനി ബസ്സിന് 80. പിന്നെ ഫോറിനേഴ്സ് ഉണ്ട്. ഫോറിനേഴ്സിന് ഒരാൾക്ക് 300 രൂപ. ഫോറിനർ കുട്ടികളാണെങ്കിൽ 225. പൊന്മുടിയിൽ എന്താ കാണാനുണ്ട്? സൈറ്റ് സീയിങ് ആണ് മെയിൻ ആയിട്ടുള്ളത്. പൊന്മുടിയിൽ അപ്പറിൽ പോകുമ്പോഴേക്കും 3 വ്യൂ പോയിന്റ് ആണ്. അവിടെ 3 പോയി കാണും. വരയാട് മുട്ടയ്ക്ക് ഇപ്പം പ്രത്യേക ട്രക്കിംഗ് അല്ലാതെ മണച്ചാലയും മരുത്തുവാമലയും സീതാതീർത്ഥവും ഉണ്ട്. എല്ലാം ഡിജിറ്റൽ പേയ്മെന്റ് ആണ്, ഓൺലൈൻ പേയ്മെന്റ് ആണ്. ജിപേയോ കാർഡ് സ്വീകരിക്കുള്ളൂ, ക്യാഷ് സ്വീകരിക്കില്ല. പൊന്മുടിയിലേക്ക് വരുന്നവർ ഒന്ന് ശ്രദ്ധിക്കുക, കയ്യിൽ പൈസ കൊണ്ടുവന്നിട്ട് കാര്യമില്ല. ഡിജിറ്റൽ പേയ്മെന്റ് ആണ്. അവിടെ നിങ്ങൾക്ക് ഓൺലൈൻ വഴി ബുക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ നേരിട്ട് വന്നിട്ടാണെങ്കിലും ജിപേയോ ഫോൺ പേ അങ്ങനെ QR കോഡ് വഴി അല്ലെങ്കിൽ കാർഡ് അക്സെപ്റ്റ് ആണ്. അപ്പോൾ ഈ പൊന്മുടിയോട്ട് വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. നേരത്തെ പറഞ്ഞതുപോലെ പ്ലാസ്റ്റിക് അൺമാതിരിയുള്ള സാധനങ്ങൾ വലിച്ചെറിയാതിരിക്കുക, മദ്യം കൊണ്ടുവരാതിരിക്കുക. ഇവിടെ ഫോറസ്റ്റിന്റെ ചെക്കിംഗ് ഉണ്ട്, മുകളിൽ പോയ പോലീസിന്റെ ചെക്കിംഗ് ഉണ്ട്. ഗോൾഡൻ വാലി ഫോറസ്റ്റ് ചെക്കിംഗ് സ്റ്റേഷന്റെ ഓപ്പോസിറ്റ് ആയിട്ട് താഴേക്ക് ഒരു വഴി കാണാം. ആ വഴി ചെന്നെത്തുന്നത് കുളിക്കടവിലേക്കാണ്. ഈ പൊന്മുടി റൂട്ടിൽ ഏക കുളിക്കാനുള്ള സേഫ്റ്റി ആയിട്ടുള്ള സ്ഥലം ഇവിടെ മാത്രമാണ്. സ്വർണ്ണ താഴ്വര എന്നാണ് അറിയപ്പെടുന്നത്. ഇപ്പോൾ ഇത് ഒന്ന് പരിഷ്കരിച്ച് ഗോൾഡൻ വാലി എന്നാക്കി. അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളോട് പറയാം. ഒരു പ്രത്യേക ഒരു കാര്യം കൂടെ പറയാനുണ്ട്. നമ്മൾ കുളിക്കാൻ ഇറങ്ങുന്നവർ ആരായിരുന്നാലും ഇവിടുത്തെ ഉദ്യോഗസ്ഥരുടെ, ഗൈഡുമാരുടെ അവർ പറയുന്നത് കൃത്യമായും പാലിക്കുക, അനുസരിക്കുക. ഏറ്റവും കൂടുതൽ അപകടങ്ങളൊക്കെ നടക്കുന്ന സ്ഥലങ്ങളാണ് സ്വർണ്ണ താഴ്വര എന്ന് അറിയപ്പെടുന്ന, ഇപ്പോൾ ഗോൾഡൻ വാലി എന്നാണ് വിളിക്കുന്നത്, ആ കുളിക്കടവിനെ കുറിച്ച്. ഗോൾഡൻ വാലി എന്ന് തന്നെയാണ് പൊന്മുടി കുന്നിൽ നിന്നും ഒഴുകിയെത്തുന്ന ഈ നദിയുടെ പേര്. ഇത് ചെന്ന് നേരെ കല്ലാറിലോട്ട് സംഗമിച്ച് അവിടെ നിന്ന് ഒരുമിച്ച് അങ്ങ് ഒഴുകുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് ഇദ്ദേഹം തന്നെ പറയട്ടെ, എന്താണ് പറയാനുള്ളത് ഈ സ്വർണ്ണ താഴ്വരയെ കുറിച്ച്? സ്വർണ്ണ താഴ്വരയെ കുറിച്ച് പറയാനുള്ളതെന്ന് പറയുമ്പോൾ നമ്മളിവിടെ വന്ന ഗൈഡുകൾ ഇപ്പോഴും പിന്നെ വേനൽ സമയമാണ്, നല്ല ചൂടാണ്. അപ്പോഴിപ്പോഴും വരുന്ന പിന്നെ സഞ്ചാരികളെല്ലാം കുളിക്കാൻ ഇറങ്ങുന്ന ഗോൾഡൻ വാലി ആടത്തേക്കാണ്. അപ്പോഴീ ഇറങ്ങാൻ നേരത്ത് പാറകൾ വഴുതലും പിന്നെ തെന്നലൊക്കെ ഉള്ളത് കൊണ്ട് കുട്ടിയുടെ അടുത്തും കുട്ടിയുടെ പിന്നെ മാതാപിതാക്കളുടെ അടുത്തും പറഞ്ഞാണ് വരുന്നത്. പിന്നെ പുഴയിലത്തേക്ക് ഇറങ്ങുമ്പം ശ്രദ്ധിച്ചിറങ്ങുക. പാറകളൊക്കെ വഴുതലൊക്കെ ഉള്ളത് കൊണ്ട് തെന്നി പോവും. പിന്നെ അതുമല്ല, ഈ മഴ സമയത്ത് നമുക്ക് ഏറ്റവും പിന്നെ അപകടകാരിയായതാണ് നമ്മുടെ ഈ ഗോൾഡൻ വാലി ആർന്ന സ്ഥലം എന്ന് പറയുമ്പോൾ, നമ്മൾ ഇവിടെ മഴയില്ലെങ്കിലും മലയ്ക്ക് മഴ പെയ്തു കഴിഞ്ഞാൽ ഏത് നിമിഷം വേണമെങ്കിലും വെള്ളം വരും. അത് ഏറ്റവും വലിയ അപകടമാണ്. നമ്മൾ ഈ പുഴയെന്ന് പറയുമ്പം നമുക്ക് ഇവിടെ വെള്ളം കുറവായിരിക്കും, പക്ഷേ മേളിൽ നല്ല മഴയാണെങ്കിൽ
അവിടെ നിന്ന് പെട്ടെന്ന് വെള്ളം വന്നിറങ്ങി പോകുന്ന സ്ഥലമാണ്. വെള്ളം വന്ന് നിൽക്കില്ല, വെള്ളം ഈ വരുന്ന വെള്ളം ഇറങ്ങി വന്നേ പോകും. അപ്പം അത് നമുക്ക് അപകടമാണ് കുളിക്കുന്നതും പോകുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ ഗൈഡുകളെ നിർദ്ദേശം കർശനമായി അത് പാലിച്ചേ പറ്റുള്ളൂ. ഇപ്പം മഴ കാരണമാകുമ്പോൾ നമ്മൾ ചെന്ന് പറയും, ഗൈഡുകൾ ചെന്ന് പറയും, ഇങ്ങനെയാണ് ഇവിടുത്തെ സിറ്റുവേഷനിലാണ് മഴ പെയ്ത് കഴിഞ്ഞാൽ ഉടനെ വെള്ളം ഇറങ്ങും, അപ്പം നമുക്കിത് അപകടമാണ് എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർ പെട്ടെന്ന് കയറി വരുന്നവരുണ്ട്, പെട്ടെന്ന് കയറി വരാത്തവരുമുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്കത് ബുദ്ധിമുട്ടാണ്. അദ്ദേഹം പറഞ്ഞതുപോലെ ഇവിടെ വരുന്നവർ നിങ്ങളുടെ ജീവൻ ഇവരുടെ കയ്യിലാണ് സുരക്ഷിതമായിരിക്കുന്നത്. അപ്പോൾ അവർ പറയുന്നത് വ്യക്തമായും കർശനമായും ആ നിർദ്ദേശങ്ങൾ പാലിക്കുക, അതനുസരിച്ച് മാത്രം ഇറങ്ങുക. കാര്യം നിങ്ങൾ പുതുതായിട്ട് വരുന്ന ആളാണെങ്കിൽ ഇവിടെ കല്ല് വഴുക്കലാണോ അല്ലയോ ഒന്നും നിങ്ങൾ അറിയത്തില്ല. വെള്ളം കുറച്ച് കൂടുതലുണ്ടെങ്കിൽ ഇവിടുത്തെ ഏറ്റവും കല്ലാർന്ന് തന്നെയാണ് ഇവിടെ അറിയപ്പെടുന്നത്. അപ്പോൾ അത് ഇവിടെ നിൽക്കുന്നവർക്ക് മാത്രമേ എന്താണ് ഇവിടുത്തെ സിറ്റുവേഷൻ എന്ന് അറിയാൻ പറ്റുള്ളൂ. അത് കർശനമായും പാലിക്കുക എന്നൊരു അഭ്യർത്ഥനയോടെ ഗോൾഡൻ വാലി ഫോറസ്റ്റ് ചെക്കിംഗ് സ്റ്റേഷൻ കണ്ടു. അതിൻ്റെ ഓപ്പോസിറ്റ് ഗോൾഡൻ വാലി കുളിക്കടവിലോട്ട് സ്വർണ്ണ താഴ്വരയിലോട്ട് പോയിട്ട് ആ കാഴ്ചവരെ കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. സിഗരറ്റ്, മദ്യം, പുകയില ഉൽപ്പന്നങ്ങൾ ഇതെല്ലാം സ്ട്രിക്റ്റ്ലി നിരോധിച്ചിരിക്കുകയാണ്. പിടിച്ചു കഴിഞ്ഞാൽ കേസിലെ പ്രതിയാവും, പെറ്റിയും കിട്ടും. മാലിന്യം അലക്ഷ്യമായി വലിച്ചെറിയരുത്, വേസ്റ്റ് ബിൽ ഉണ്ട്, അതിൽ ഇടുക എന്നും പറയുന്നുണ്ട്. ഇന്ന് ഇവിടെ കുളിക്കാൻ ആൾ കുറവാണ്, വെള്ളമില്ലല്ലേ? വെള്ളം കുറവ്. ഇനി മഴയൊക്കെ പെയ്താലേ വെള്ളം മഴയാകുമ്പോൾ നല്ല വെള്ളമാണോ? അന്ന് ആളിറക്കി, അന്ന് ആളിറക്കില്ല.
എന്താ പേര്? താങ്കളുടെയോ? അഞ്ചു. എവിടെ താമസിക്കുന്നത്? ട്രിവാൻഡ്രത്ത് എവിടെ? എന്ത് ചെയ്യുന്നു? പുറത്താണ്. ഓക്കെ. ഇവിടെ ആദ്യമായിട്ട് വരുന്നതാണോ നേരത്തെ വന്നിട്ടുണ്ടോ? എങ്ങനെ ഈ ഒരു ഗോൾഡൻ വാലി കുളിക്കാൻ പറ്റിയില്ല? വെള്ളം കുറവല്ലേ? അറിയില്ല. ആ പൊന്മുടി കയറിയായിരുന്നു? കയറാൻ പോകുന്നേ ഉള്ളൂ. അത് ഇവിടെ ഇറങ്ങിയല്ലേ? പൊന്മുടിയെ കുറിച്ച് ഇവിടത്തിനെ കുറിച്ച് എന്താ അഭിപ്രായം? വളരെ നല്ല അഭിപ്രായം തന്നെ. നല്ല ടൂറിസ്റ്റിംഗ് പ്ലേസ് അല്ലേ? തിരുവനന്തപുരം ജില്ലയിലെ ഒരേ ഒരു ഹിൽ സ്റ്റേഷനല്ലേ? സ്റ്റേഷനാണ്. അതും അത്ര അടുത്ത്. വരുന്ന ഗസ്റ്റുകളോട് എന്തെങ്കിലും നിർദ്ദേശമുണ്ടോ? എന്തെങ്കിലും ഒരു സജഷനോ നിർദ്ദേശനോ? എല്ലാവരും വരണം, പൊന്മുടി വരണം, എല്ലാവരും വന്ന് പൊന്മുടി എല്ലാം എൻജോയ് ചെയ്തിട്ട് പോകണം. മോൻ്റെ പേരെന്താ? മോളെ പേരെന്താ? ദർശ. ഇങ്ങോട്ട് തിരിഞ്ഞേ. ദർശ. കൊള്ളാമോ ഇവിടെ? കൊള്ളാമോ? വെള്ളത്തിൽ ഇറങ്ങി? വെള്ളം കൊള്ളാമോ ഭാവി? ഇറങ്ങി. കൊള്ളാമോ വെള്ളം? എന്തൊരു ക്ഷീണമല്ലോ. ഉച്ചയുറക്കം. ബൈക്കിലാണ് വന്നത്. ആ ശരി. സ്വർണ്ണത്താഴ്വര എന്നറിയപ്പെടുന്ന ഗോൾഡൻ വാലി കുളിക്കടവ് നിങ്ങൾ കണ്ടു കാണും. ഇന്നിപ്പോൾ വെള്ളം കുറവാണ്, ആളും കുറവാണ്. മഴ സമയത്ത് ഭയങ്കര വെള്ളമായിരിക്കും. ഇതെല്ലാം അമ്മമാരും ചേച്ചിമാരുമാണ്, ഇവിടെ ജോലി ചെയ്യുന്നവരാണ്. അപ്പോൾ ഈ ആദ്യത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇനി അടുത്ത വീഡിയോ എന്ന് പറഞ്ഞാൽ ഈ ചെക്ക് പോസ്റ്റ് തൊട്ട് ഗോൾഡൻ വാലി ഫോറസ്റ്റ് സ്റ്റേഷനിലെ ചെക്ക് പോസ്റ്റ് തൊട്ട് മുകളിലോട്ടുള്ള 19 ഹെയർപിൻ വളവുകളുടെ കാഴ്ചയാണ് അടുത്ത വീഡിയോയിൽ വരുന്നത്. ഒരു കാര്യം കൂടെ പറയാനുണ്ട്. എല്ലാ ദിവസവും രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 4 മണി വരെയാണ് ഇവിടെ നിന്നും ഗസ്റ്റുകളെ, സന്ദർശകരെ അകത്തോട്ട് കയറ്റി വിടുന്നത്. അത് കഴിഞ്ഞ് ടോപ്പിൽ നിന്നും 6 മണിക്കുള്ളിൽ 5:30-6 മണിക്കുള്ളിൽ എല്ലാവരും തിരിച്ചിറങ്ങുകയും വേണം. മറ്റൊരു കാര്യം, KSRTC ബസ്സിൽ വരുന്നവർ അവർ ഇവിടെയല്ല പാസ് എടുക്കുന്നത്. മുകളിൽ ബസ് നിർത്തുന്ന സ്ഥലമുണ്ട്, അതിനടുത്ത് തന്നെ ഒരു ചെക്ക് പോസ്റ്റ് കൂടെയുണ്ട്, ഒരു ഫോറസ്റ്റ് സ്റ്റേഷൻ കൂടെയുണ്ട്. അവിടെ നിന്നാണ് അവർ പാസ് എടുക്കേണ്ടത്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അതിൻ്റെ ഭാഗം.